ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഒരു നിയോഗം എന്നിലേക്ക് എത്തിച്ചേർന്നതിൽ. പക്ഷെ ഇതൊരു നറുക്കെടുപ്പിന്റെ വിജയം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരുപാട് വർഷത്തെ അധ്വാനത്തിന്റെ, ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും എല്ലാം ഫലമായിട്ട് കാണുന്നു. ഒരു നിമിത്തമാവാൻ പറ്റിയതിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. നമ്മളെ തീർത്തും ഔട്ടാക്കാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അതിനെ ഒരു വിധി കൊണ്ട് ഞങ്ങൾ മാറ്റി എഴുതി എന്നുള്ളതാണ് സത്യം. ആ ഒരു നിയോഗം പോലെ ഞങ്ങൾക്ക് 4 പേർക്ക് ലാസ്റ്റ് ആ കമ്മിറ്റിയിൽ ചാൻസ് കിട്ടുകയും, സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ചെറിയ ഞങ്ങളുടെ പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ അറിവില്ലായ്മന്റെ ഒരു ചെറിയൊരു ഇതുകൊണ്ടാണ് എല്ലാ കമ്മിറ്റിയിലും ഞങ്ങൾ 2 കമ്മിറ്റിയിൽ റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ആ 2 പേര് ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെയർമാൻഷിപ്പ് കിട്ടി എന്നുള്ളതാണ് ഭാഗ്യമായിട്ട് കാണുന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ നിമിഷത്തെ ഭാഗ്യം. പക്ഷെ അത് ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ്. BJPയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഇത്രയും കാലങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്. അതാണ് ഞാൻ വീണ്ടും എനിക്ക് ഊന്നി പറയാനുള്ള ഒരു കാര്യം അതാണ്. കാരണം സ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെയുള്ള വിജയമാണ്. അത് ഒരു രാത്രി കൊണ്ട് കൊയ്തെടുക്കുന്ന വിജയങ്ങളല്ല. അപ്പൊ ഈ 5 വർഷക്കാലം ഞങ്ങൾ 13 പേരുണ്ട് കൗൺസിലിൽ. ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നിൽക്കും. അതിൽ കൂടെ അശക്തമായ പ്രതിപക്ഷം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ 13 പേര്. ഈ 13 പേരുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അടുത്ത മേയർ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ ഒരാൾ ഉണ്ടാവും എന്നുള്ളതിലേക്കുള്ള ഒരു വിജയത്തിന് വേണ്ടിയുള്ള വഴി തെളിക്കൽ തന്നെയായിരിക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ 62 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് നികുതി അപ്പീൽ സ്ഥിരം സമിതി അധ്യക്ഷയായിട്ട് ഒരവസരം ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരായിട്ട്, ധൂർത്തിനെതിരായിട്ട്, കെടുകാര്യസ്ഥതക്കെതിരായിട്ട് നിരന്തരമായിട്ട് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുകയാണ്. കുറച്ച് കൗൺസിലർമാർ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. ജനങ്ങൾ BJPയിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് ഈ തവണത്തെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 മുന്നണികളും കാണിച്ചുകൊണ്ടിരിക്കുന്ന അസാൻമാർഗിക നിലപാടുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ വിജയമായിട്ടാണ് ശ്രീ വിനീത സജീവിൻ്റെ ഈ സ്ഥിരസമിതി ചെയർമാനായിട്ടുള്ള വിജയം ഞങ്ങൾ കണക്കാക്കുന്നത്.